Good morning, all. Good morning. Go class start ചെയ്യാം. Clear ആണോ പറയുന്നത്? Okay. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? ഓർമ്മയുണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ ചാപ്റ്റർ ഒന്ന്? ഇതിപ്പോ എത്രയും വായിച്ചു എല്ലാവരും? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ്. ഓക്കെ, അപ്പോ ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം നൽകുന്ന ഒരു അക്രഡിറ്റേഷൻ ആണ് അല്ലെ? അതായത് ഹോസ്പിറ്റലുകളുടെ ഗുണനിലവാരങ്ങളും അവിടുത്തെ ക്വാളിറ്റികളും ഇതിനെല്ലാം നമ്മള് വിലയിരുത്തിക്കൊണ്ടാണ് അതിന് അക്രഡിറ്റേഷൻ ലാബ് നൽകുന്നത്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ അല്ലെ? അപ്പോ എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഇത് അക്രഡിറ്റേഷൻ നൽകില്ല. കാരണം അതിന്റെ ഒരു അവർക്ക് ക്വാളിറ്റി ഉള്ള ഒരു സേവനങ്ങൾ കെയറുകളാണോ, പേഷ്യൻസിന് മറ്റ് ഫെസിലിറ്റികളൊക്കെ നൽകുന്നുണ്ടോ എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ലാബ് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്നത്. ദെൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഫ്ലോ ചാർട്ട് പറഞ്ഞായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സില് ഫ്ലോ ചാർട്ട് വായിച്ചോ? വായിച്ചായിരുന്നോ ഫ്ലോ ചാർട്ട്? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇല്ല. ഓക്കെ, നോക്കാം. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ നോക്കാം. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഈസ് പ്രോസസ് ഫോർ ഇംപ്രൂവിംഗ് patient condiments and enhancing quality standards across the hospital of our country. അതായത് നമ്മുടെ രാജ്യത്തെ ഹോസ്പിറ്റലുകൾക്ക്, അതായത് ആശുപത്രിയുടെ നീളം രോഗിയുടെ പേഷ്യൻസിന്റെ സംതൃപ്തി അല്ലെങ്കിൽ സംതൃപ്തിയെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി, മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗുണനിലവാരം ഉയർത്തുന്നതിനായിട്ടുള്ള കുറെ പ്രക്രിയകളെയാണ് നമ്മൾ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഇംപ്രൂവ്മെന്റ്സ്, പേഷ്യൻസിന് നല്ലൊരു കെയറുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സുകൾ. Then organization structure of quality management department. ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുന്നത്. അത് ഇവിടെ കംപ്ലീറ്റ് അല്ല. നിങ്ങളുടെ PDF കംപ്ലീറ്റ് ആണല്ലോ പിക്ചർ? PDF കംപ്ലീറ്റ് അല്ലേ പിക്ചർ? ആണോ? ഓക്കെ അല്ലേ? ഞാൻ വായിക്കാം കേട്ടോ. നിങ്ങളുടെ PDF പിക്ചർ നോക്കാം. അപ്പോ ആദ്യം വരുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെ? ഏറ്റവും ടോപ്പ് മാനേജ്മെന്റിൽ വരുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ രണ്ട് വിഭാഗങ്ങളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. CEO, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ് CEO എന്ന് പറയുന്നത്. ദെൻ മെഡിക്കൽ സുപ്പീരിയന്റ്, മെഡിക്കൽ കെയർ ഹോസ്പിറ്റൽ. ദെൻ പിന്നെ വരുന്നതാണ് ക്വാളിറ്റി മാനേജർ. ദെൻ അതിന് താഴെ ഒരു അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ. ഇപ്പൊ നമുക്കൊരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ പ്രസിഡന്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു വൈസ് പ്രസിഡന്റ് ഒക്കെ ഉണ്ടാകും അല്ലെ? ഇതുപോലെ ഒരു ക്വാളിറ്റി മാനേജർ, ഹോസ്പിറ്റലിൽ ഒരു ക്വാളിറ്റി മാനേജർ ഉണ്ടാകും. ആ മാനേജറിന്റെ ചില കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ കൂടി ഉണ്ടാകും. ദെൻ അടുത്തതായിട്ട് വരുന്ന രണ്ട് വിഭാഗങ്ങള് ക്വാളിറ്റി എക്സിക്യൂട്ടീവ് ഉണ്ട് അല്ലെ? ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ കൂടെ തന്നെ ക്വാളിറ്റി കോർഡിനേറ്റർ ഉണ്ട്. നിങ്ങളുടെ PDF നോക്കാം കേട്ടോ. ക്വാളിറ്റി കോർഡിനേറ്റർ, ദെൻ ക്വാളിറ്റി അസിസ്റ്റന്റ് ഉണ്ടാവും. അതിനോട് ബന്ധപ്പെട്ട സ്റ്റാഫുകളാണത്. ദെൻ ഇപ്പുറം പറയുന്നത് റെപ്രസെന്റേറ്റീവ്സ് ഫ്രം മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാഫുകൾ, അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അല്ലാത്ത നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുറച്ച് പ്രതിനിധികളും ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു സ്ട്രക്ചർ ആണ് പറയുന്നത്. ഓക്കെ, ഫ്ലോ ചാർട്ട് ഒന്ന് വായിച്ചു നോക്കി. കംപ്ലീറ്റ് അല്ല കേട്ടോ, സ്ക്രീനിൽ കംപ്ലീറ്റ് അല്ല. നിങ്ങളുടെ കയ്യിലുള്ള PDF നോക്കി വായിക്കാം കേട്ടോ. ജസ്റ്റ് സ്ട്രക്ചർ പറയുന്നുള്ളൂ. അതൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? ഫ്ലോ ചാർട്ട് വായിച്ചോ? ഓക്കെ,
നെക്സ്റ്റ് നോക്കാം അക്രഡിറ്റേഷൻ കേട്ടോ. എന്താണ് അക്രഡിറ്റേഷൻ എന്ന് വെച്ചാൽ അംഗീകാരം എന്നാണ് നമുക്ക് അതിന്റെ മലയാളത്തിൽ പറയാം അല്ലെ. നോക്കാം അക്രഡിറ്റേഷൻ refers to a public recognition. എന്താണ് ഒരു പൊതു അംഗീകാരത്തെയാണ്. റെക്കഗ്നിഷൻ എന്ന് വെച്ചാൽ അംഗീകാരം, പൊതു അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് റെക്കഗ്നേഷനെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു പൊതു അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു. For a hospital to be accredited, it is done through an independent external evaluation of the organization's level of performance in connection with the standard. Accreditation is non-compulsory. Accreditation alle accreditation means നമ്മൾ അംഗീകരിക്കുക എന്നൊക്കെ പറയില്ലേ, അംഗീകാരം എന്നുള്ളൊരു ഓക്കെ നമ്മൾ താഴത്തെ സ്പെല്ലിംഗിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അക്രഡിറ്റേഷൻ ഓക്കെ ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോ അക്രഡിറ്റേഷൻ എന്നാണ് വായിച്ചു പോയത്. ഓക്കെ അക്രഡിറ്റേഷൻ മീൻസ് അംഗീകാരം നൽകുക എന്നുള്ളത്. ഓക്കെ നോക്കാം അക്രഡിറ്റേഷൻ റെഫേഴ്സ് ടു, വായിച്ചതിൽ ഒന്ന് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഓക്കെ സ്പെല്ലിംഗ് കറക്റ്റ് തന്നെയാണ്, ഞാൻ അക്രഡിറ്റേഷൻ എന്നാണ് പറഞ്ഞു പോയത്. ഓക്കെ അപ്പോ അക്രഡിറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംഗീകാരം തന്നെയാണ്. അക്രഡിറ്റേഷൻ റെഫേഴ്സ് ടു പബ്ലിക്, ഒരു പൊതു അംഗീകാരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. Then for a hospital to accredit is done through independent external evaluation of that organization's level of performance in connection with the standard. Then accreditation is non-compulsory. It is an ongoing or continuous process. അല്ലെ നമ്മൾ പറഞ്ഞു ഈ അംഗീകാരം നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു നമ്മൾ കുറെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം നൽകുന്നത് അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കണമെങ്കിൽ ഫോർ എ ഹോസ്പിറ്റൽ ടു ബി അക്രഡിറ്റഡ് മീൻസ് അവർക്ക് ഒരു അംഗീകാരം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അത് സ്റ്റാൻഡേർഡുമായിട്ട് കണ്ടോ എക്സ്റ്റേണൽ ത്രൂ ഇൻഡിപെൻഡന്റ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഓഫ് ദി ഓർഗനൈസേഷണൽ ലെവൽ ഓഫ് കണക്ഷൻ വിത്ത് സ്റ്റാൻഡേർഡ്. അതൊരു സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരം, അതായത് എത്രത്തോളം നല്ലൊരു കാഴ്ചവെക്കുന്നുണ്ട് കെയറിംഗ് ആയിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റലുകളും ഫെസിലിറ്റികൾ പേഷ്യൻസിന് കൊടുക്കുന്ന കെയറും അതുപോലെ തന്നെ മറ്റു ഫെസിലിറ്റികളും ഫിസിക്കൽ ആയിട്ടുള്ളതും അങ്ങനെ വരുന്ന ഫെസിലിറ്റികൾ എത്രത്തോളം ഉണ്ടെന്ന് ആ ഒരു പ്രകടന നിലവാരത്തിന്റെ ഒരു ബാഹ്യവശങ്ങള്, അതായത് നമ്മള് പല കാര്യങ്ങൾ പറയാറുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 32 കാറ്റഗറി ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഏതെല്ലാം ഏരിയയിലാണ് നമ്മൾ വിലയിരുത്തുന്നത്. സോ ഇങ്ങനെയുള്ള കുറച്ച് പ്രകടനങ്ങളെയൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ആ വിലയിരുത്തുന്നതിലൂടെയാണ് ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അംഗീകാരം നൽകുന്നത്. ചുമ്മാ വെറുതെ ഹോസ്പിറ്റലിന്റെ വലിപ്പോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് കണ്ടിട്ടല്ല അംഗീകാരം നൽകുന്നത്, മറിച്ച് കുറെ ഒട്ടനവധിയായിട്ടുള്ള ഫീച്ചേഴ്സുകൾ നോക്കും അല്ലെ, അതിന്റെ പ്രകടന നിലവാരം നോക്കും. അവർക്ക് ഫെസിലിറ്റികൾ കൊടുക്കുന്നുണ്ടോ, ഡോക്ടേഴ്സിന്റെ സൗകര്യമുണ്ടോ, അങ്ങനെ കുറെ നമ്മള് നിലവാരങ്ങളെ വെച്ചുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം നൽകുന്നത്. കഴിഞ്ഞ നിങ്ങൾക്ക് MMSന്റെ ക്ലാസ്സിൽ ഒരു നാബിന്റെ പോർഷൻസ് ചെറിയൊരു പോർഷൻ എടുത്തിട്ടുണ്ടോ? ചാപ്റ്റർ ഏതായാലും നോക്കണുണ്ടോ? MMSന്റെ ഒരു ക്ലാസ്സിലെ നാബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് തോന്നുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലാണോ? ഈ നാബിന്റെ ഈ കാറ്റഗറീസും കുറച്ച് വിലയിരുത്തുന്ന കാര്യങ്ങൾ പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ? വേറെ ആർക്കും ഓർക്കണമെന്നില്ലേ? MMSന്റെ ക്ലാസ്സിൽ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണല്ലോ, ഓർക്കുന്നുണ്ടോ? നാബ് എന്ന് പറഞ്ഞൊരു നാബിനെ കുറിച്ച് ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് എടുക്കാനുണ്ടായിരുന്നല്ലോ ഒരു ചാപ്റ്ററില്, എടുത്തിട്ടില്ല? ക്വാളിറ്റി അഷുറൻസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ, മിസ് ഓൾറെഡി നന്നായിട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. എടുത്തിട്ടുണ്ടോ? ബാക്കി ആരും റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ? ബാക്കി ആരും മിസ്സിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ആരും ഉണ്ടായിരുന്നില്ല? പറഞ്ഞ 2 പേര് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സില്. ഓക്കെ ക്വാളിറ്റി മാനേജ്മെന്റിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ ഇനി പഠിക്കാത്തവർക്ക് ഓർമ്മയുണ്ടാവില്ല, നോക്കാം. അപ്പൊ അക്രഡിറ്റേഷൻ പറഞ്ഞാൽ ക്ലിയർ ആയല്ലോ. അതായത് നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ ആ സ്ഥാപനത്തിന്റെ പ്രകടനങ്ങൾ, ആ പ്രകടനത്തിന്റെ നിലവാരത്തിന് വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, അവർക്ക് അംഗീകാരം നൽകുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം.
ബെനഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ, അംഗീകാരം നൽകുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ, അതിനുള്ള ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോ ആദ്യം പറയുന്നത് ബെനഫിറ്റ്സ് ഫോർ പേഷ്യൻസ്, രോഗികൾക്ക് ഇങ്ങനെ ഒരു അംഗീകാരം നൽകുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. അല്ലെ, എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകാം, പേഷ്യൻസിന് എന്തൊക്കെ ഉണ്ടാവാം ഗുണങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ ഓരോരുത്തരും പേഷ്യൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോ ഹോസ്പിറ്റലുകൾക്ക് ഇങ്ങനെ അംഗീകാരമൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും അതില്ല? ഉണ്ടോ? നമുക്ക് നല്ല കെയറും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെ, നല്ല കെയറും അതുപോലെ ഫെസിലിറ്റികളൊക്കെ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അവർക്ക് അംഗീകാരം ഹോസ്പിറ്റലിൽ ലഭിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ബെനഫിറ്റ്സ് ഫോർ പേഷ്യൻസ്, പേഷ്യൻസിനുള്ള ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. നോക്കാം ബെനഫിറ്റ്സ് ഫോർ പേഷ്യൻസ്, പേഷ്യൻസിന് കിട്ടുന്ന ബെനഫിറ്റ്സുകൾ. ഫസ്റ്റ് വൺ, പേഷ്യൻസ് ആർ ബിഗ്ഗസ്റ്റ് ബെനഫിഷ്യറി അല്ലെ. ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ആരാണ്? പേഷ്യൻസ് ആണ് അല്ലെ. കാരണം എന്തുകൊണ്ടാണ്? ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റികളും അതുപോലെ തന്നെ എന്താ അവരുടെ സേവനങ്ങളും നല്ല രീതിയിൽ വർദ്ധിപ്പിക്കും, അവർക്ക് അംഗീകാരം ലഭിക്കാൻ വേണ്ടി വർദ്ധിപ്പിക്കും. സോ നമുക്കാണ് അതിന്റെ ഗുണം കിട്ടുന്നത് അല്ലെ. പേഷ്യൻസിന് നല്ല ഫെസിലിറ്റി കിട്ടും, നല്ലൊരു കെയറും കാര്യങ്ങളും കിട്ടും, ഡോക്ടേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാകും അല്ലെ. സോ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ആണ്. Then second point നോക്കാം, അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. അതായത് എന്താണ്? ഉയർന്ന നിലവാരമുള്ള ഒരു പരിചരണം, ഹൈ ക്വാളിറ്റി കെയർ, നല്ല ഉയർന്ന നിലവാരമുള്ള ഒരു പരിചരണം ലഭിക്കും. അതുപോലെ തന്നെ പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യൻസിന്റെ സുരക്ഷയ്ക്കും ഇത് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കാരണമാകുന്നു അല്ലെ. നല്ല ക്വാളിറ്റി കെയർ ലഭിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ദെൻ പേഷ്യൻസിന് ഒരു സേഫ്റ്റി ഉണ്ടായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് നോക്കാം, the patients are serviced by credentialed medical staff. എന്തായി credentialed medical staff എന്ന് ഉദ്ദേശിച്ചത്? അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഓക്കെ, ക്വാളിഫൈഡ് എന്ന് എഴുതി വെക്കുക കേട്ടോ, മുകളിൽ നിന്ന് എഴുതി വെക്കുക ക്വാളിഫൈഡ്. credentialed എന്ന് വെച്ചാൽ ക്വാളിഫൈഡ് സ്റ്റാഫ് എന്ന്. ഓക്കെ, അപ്പൊ the patients are serviced by, അതായത് യോഗ്യതയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് പേഷ്യൻസിന് സേവനം നൽകുന്നത്. നല്ല ഡോക്ടേഴ്സിനെ വെക്കും, അതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് ഒക്കെ ആയിരിക്കും ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുക. സോ ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിന്റെ അവർക്ക് നല്ലൊരു പരിചരണം പേഷ്യൻസിന് ലഭിക്കുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്, പേഷ്യൻസിന്റെ രോഗിയുടെ അവകാശങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യും, എസ്റ്റീം ചെയ്യാന്ന് വെച്ചാൽ ഒരു റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു, സംരക്ഷിക്കപ്പെടുന്നു. രോഗിയുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണോ അത് അവന് ലഭിക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കാം, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ് അല്ലെ. രോഗിയുടെ സംതൃപ്തി പലപ്പോഴും അല്ലെ, പലതവണ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു? ഫ്രീക്വന്റ്ലി ആയിട്ട് പലവട്ടമായിട്ട് അത് നിരീക്ഷിക്കുന്നു, വിലയിരുത്തുന്നു. അതായത് ഫീഡ്ബാക്ക് ഒക്കെ ഇടയ്ക്ക് പേഷ്യൻസിന്റെ നിന്നും ഫീഡ്ബാക്കുകളൊക്കെ അവര് എടുക്കുന്നു. അപ്പോൾ ഫീഡ്ബാക്കിലൂടെ എവിടെയാണോ പോരായ്മ വരുന്നത് അതിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും ഈ ഹോസ്പിറ്റലുകാർ ചെയ്യുന്നു. എങ്കിലല്ലേ അവർക്ക് അംഗീകാരം ലഭിക്കുള്ളൂ. ഓക്കെ, ഇത് വായിച്ചു നോക്കാം, പോയിന്റ്സ് വായിക്കാം. 5 പോയിന്റ് ആണ്, പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ, നോട്ട് ചെയ്തെന്ന് വെക്കുക, പഠിക്കണം. ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ് കേട്ടോ, രോഗികൾക്ക് അതിനുള്ള ബെനിഫിറ്റ്സ്, അവർക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അഞ്ച് പോയിന്റ് ആണ്, ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കുക കേട്ടോ.
തേർഡ് പോയിന്റ് പറയണത് the patients are serviced by credentialed medical staff. Credentialed എന്ന് പറഞ്ഞാൽ qualified. ഞാൻ നേരത്തെ വായിച്ചപ്പോൾ പറഞ്ഞു എഴുതി വെക്കാൻ കേട്ടോ, qualified എന്നാണ്. credentialed എന്ന് വെച്ചാൽ qualified. നമുക്കറിയാൻ പാടില്ലാത്ത വാക്കുകളൊന്നും എഴുതി വെക്കുക നിങ്ങൾ, അല്ലെങ്കിൽ പിന്നെ നാളെ നിങ്ങൾ വായിക്കുമ്പോൾ അത് എന്താണെന്നൊരു ഐഡിയ കിട്ടില്ല. ഓക്കെ, ക്വാളിഫൈഡ് എന്നുള്ളൊരു മറ്റൊരു മീൻസ് അതിന്റെ ഒരു സിനോണിംസ് ആയിട്ട് നമുക്ക് ക്രെഡൻഷ്യൽഡ് എന്ന് വിളിക്കാം കേട്ടോ. ക്വാളിഫൈഡ് യോഗ്യതയുള്ള സ്റ്റാഫുകൾ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ 5 പോയിന്റ്? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി അപ്പൊ നമ്മള് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസിന്റെയാണ് 5 പോയിന്റ് കണ്ടത്. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ബെനിഫിറ്റ് ഫോർ ഓർഗനൈസേഷൻ, അതായത് കമ്പനിക്ക്, ഹോസ്പിറ്റലിന് അല്ലെ. ബെനിഫിറ്റ് ഫോർ ഓർഗനൈസേഷൻ നോക്കാം. ഫസ്റ്റ് വൺ, accreditation to a healthcare organization invigorates continuous improvements. എന്താ invigorates എന്ന് വെച്ചാൽ? invigorates മലയാളത്തിൽ മീനിങ് എഴുതാ, മീൻസ് ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ എന്താ ഉത്തേജിപ്പിക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് കേട്ടോ. ഊർജ്ജസ്വലമാക്കുക, ശക്തിപ്പെടുത്തുക. മലയാളത്തിൽ തന്നെ എഴുതി വെക്കുക. നിങ്ങൾക്ക് അറിയില്ലാത്ത വേർഡ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ പെൻസിൽ കൊണ്ടോ പെൻ കൊണ്ടോ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഊർജ്ജസ്വലരാക്കുക അല്ലെങ്കിൽ എന്താ ഫലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് കേട്ടോ. നോക്കാം. accreditation to a healthcare organization invigorates continuous improvement അല്ലെ, തുടർച്ചയായിട്ടുള്ള ഒരു പുരോഗതിയെ ശക്തിപ്പെടുത്തുന്നത് അല്ലെ. എപ്പോഴും ഇങ്ങനെ കുറെ ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ അക്രഡിറ്റേഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പുതിയ പുതിയ ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് കൊണ്ടുവരുന്നു. Then അടുത്ത പോയിന്റ് നോക്കാം. It lets the organization demonstrate commitment to quality care and patient safety, thereby guarantees best clinical outcomes. അല്ലെ, അതായത് ഗുണനിലവാരമുള്ള നല്ലൊരു ക്വാളിറ്റി കെയർ, ഗുണനിലവാരമുള്ള ഒരു പരിചരണത്തിനും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ സേഫ്റ്റി, രോഗികളുടെ സുരക്ഷയ്ക്കും പ്രതിബദ്ധത, അതായത് ഒരു കമ്മിറ്റ്മെന്റ് അവരോട്, പേഷ്യൻസിനോടൊരു കമ്മിറ്റ്മെന്റ്സ്, പ്രതിബദ്ധത പ്രകടിപ്പിക്കാനായിട്ട് ഒരു മികച്ച നല്ലൊരു ക്ലിനിക്കൽ ഫലങ്ങൾ അവര് എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. അതായത് നല്ലൊരു ട്രീറ്റ്മെന്റ്സ് പേഷ്യൻസിന് കൊടുക്കുന്നു. അതായത് പേഷ്യൻസിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ഒരു പ്രതിബദ്ധത, അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, പേഷ്യന്റിന്റെ സുരക്ഷയ്ക്കായിട്ട് നല്ലൊരു ക്ലിനിക്കൽ ഔട്ട്കംസ്, നല്ലൊരു അതായത് ചികിത്സാപരമായിട്ടുള്ള നല്ലൊരു ഫലം അല്ലെങ്കിൽ ഔട്ട്കം എന്ത് ചെയ്യുന്നു, ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കുന്നു, ഉറപ്പുവരുത്തുന്നു. നല്ലൊരു ചികിത്സയും നല്ല കെയറിങ്ങും കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നു. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. It raises community confidence in the service given by the healthcare organization as services provided by credential medical staff. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് പേഷ്യൻസിന് സേവനങ്ങൾ നൽകുന്നത് അല്ലെ. ക്രെഡൻഷ്യൽ ആയിട്ടുള്ള യോഗ്യതയുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ പേഷ്യൻസിന് സേവനങ്ങൾ നൽകുന്നു. സോ അങ്ങനെ നമ്മൾ ആ പേഷ്യൻസിന് യോഗ്യതയുള്ള ഒരു സേവനങ്ങൾ നൽകുന്നു എന്ന നിലയിൽ സമൂഹത്തിലൊരു എന്താ പറയാ ഒരു ആത്മവിശ്വാസം ഉയർത്തുന്നു, അവരുടെ ഉള്ളില് കോൺഫിഡൻസ്, സമൂഹത്തില് ഒരു കോൺഫിഡൻസ് വളർത്തുന്നു. അതായത് എക്സ്പീരിയൻസിനുള്ള നമുക്ക് ചില ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോഴേ ചില നഴ്സസ് ഒക്കെ ആണെങ്കിൽ പ്രാക്ടീസിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നമുക്കൊരു പേടിയായിരിക്കും അല്ലെ. സ്വാഭാവികമായിട്ടും ഒരു എക്സ്പീരിയൻസ്ഡ് ആണോ, അത്യാവശ്യം അവർക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ അറിയോ എന്നൊക്കെ ആയിരിക്കും നമ്മളുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവില്ലേ, ഉണ്ടോ? ഈ ചെറിയ സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ, അതായത് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ മീൻസ് ട്രെയിനീസ് ഒക്കെ നിൽക്കില്ലേ, അപ്പൊ നമുക്ക് പേടിയല്ലേ. അതായത് ഇപ്പൊ ലാബിലൊക്കെ പോകണമെങ്കിലേ ട്രെയിനീസ് ഒക്കെ ആണെങ്കിൽ ഇവർക്ക് ഇഞ്ചക്ഷൻ മീൻസ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുക്കാൻ അറിയോ എന്നൊക്കെ ഒരു ചെറിയൊരു നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറില്ലേ, ഉണ്ടോ? ആരുടെ ഉള്ളിൽ തോന്നാറില്ല. ഓക്കെ അല്ലെ, നമുക്ക് ചെറിയൊരു ഇതുണ്ടാവും, ഇവർക്ക് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാൻ അറിയോ, ഇതൊക്കെ തന്നെയാണോ എന്ന് നമുക്കൊരു ഡൗട്ട് ആയിരിക്കും അല്ലെ. സോ ഇവിടെ പറയുന്നത് ക്രെഡൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് സേവനങ്ങൾ നൽകുന്നത്. ആ നിലയിൽ ഹോസ്പിറ്റലിനോട് ഒരു നമുക്ക് എന്താ പറയാ, സമൂഹത്തിലൊരു കോൺഫിഡൻസ് ഉണ്ടാവുമെന്ന്. അവര് നല്ല
എക്സ്പീരിയൻസിനോട്ടുള്ള സ്റ്റാഫുകളാണ് കേട്ടോ ആ ഹോസ്പിറ്റലിൽ എന്നുള്ളൊരു വിശ്വാസം സമൂഹത്തിന് ഉണ്ടാകുന്നു, ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നു. അടുത്തത് കൂടി നോക്കിയിട്ട് ആ 4 പോയിന്റ് വായിക്കാം. It also provides an opportunity to the healthcare unit to benchmark with the best. അല്ലെ, അതായത് ഹെൽത്ത് കെയർ യൂണിറ്റിന് ഒരു മികച്ച നിലവാരം, ബെഞ്ച്മാർക്ക് എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു മികച്ചൊരു നിലവാരം പുലർത്താനായിട്ടുള്ള ഒരു അവസരം നൽകുന്നു അല്ലെ, അതായത് അവസരം കൊടുക്കുകയാണ്. അതായത് ഹൈ ക്വാളിറ്റിയും അതുപോലെ തന്നെ പുതിയ പുതിയ ഫെസിലിറ്റികളും ന്യൂ ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവന്ന് അതിനുള്ളൊരു നല്ലൊരു അവസരമാണ് അല്ലെ. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അംഗീകാരം ലഭിക്കുള്ളൂ. സോ അപ്പോ എന്താണ്, ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ, അതായത് ഹെൽത്ത് കെയർ യൂണിറ്റിന് മികച്ച നിലവാരം പുലർത്താനായിട്ടുള്ള ഒരു അവസരം നൽകുന്നു. ഓക്കെ, ആദ്യത്തെ 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാമോ? എന്നിട്ട് നമുക്ക് അടുത്ത 3 പോയിന്റ് പറയാം കേട്ടോ. ഫസ്റ്റ് 4 പോയിന്റ് വായിക്കാം. സിമ്പിൾ ആണ്, വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചില വേർഡുകൾ നിങ്ങൾക്കത് മീൻസ് അർത്ഥം മനസ്സിലാവാനിട്ടാണ് മലയാളത്തിൽ എഴുതി വെക്കുക കേട്ടോ. ഇപ്പൊ ഇൻവിജിറ്റേഴ്സും അതുപോലെ തന്നെ എന്താണ് ക്രെഡൻഷ്യലിന്റെ ഒക്കെ അറിയില്ലെങ്കിൽ അറിയാൻ നിങ്ങൾക്ക് അറിയില്ലാത്ത പുതിയ പുതിയ ടേമുകളാണെങ്കിൽ അതിന്റെ അർത്ഥം അപ്പൊ തന്നെ ഇവിടെ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ 4 പോയിന്റ് വായിക്കാം. ഇൻവിഗറിറ്റീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തിപ്പെടുത്തുക, ഊർജ്ജസ്വലമാക്കുക, ശക്തിപ്പെടുത്തുക, ഊർജ്ജസ്വലമാക്കുക. ബൂസ്റ്റപ്പ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ബൂസ്റ്റപ്പ് ചെയ്യാന്നൊക്കെ പറയില്ലേ, ആ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമുക്ക് ഒരു മലയാളത്തിൽ ഒരു മീനിങ്ങിൽ തന്നെ ഇംഗ്ലീഷിൽ അത് പല ടേമിലാക്കി പറയാം. ഇപ്പൊ മലയാളത്തിൽ തന്നെ നമ്മൾ പല രീതിയിൽ പറയില്ലേ, ലൈക്ക് ഊർജ്ജസ്വലമാക്കുക, ഉത്തേജിപ്പിക്കുക, ശക്തിപ്പെടുത്തുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും അതിന് പല സിനോണിംസ് ഒത്തിരി ഉണ്ട് ഒരു വാക്കിന് തന്നെ. ഓക്കെ, വായിക്കാം കേട്ടോ. ആദ്യത്തെ 4 പോയിന്റ് ആണ്, ഓരോ പോയിന്റും മനസ്സിലാക്കി വായിക്കുക. ബെഞ്ച് മാർക്ക് എന്ന് ഉദ്ദേശിച്ചത് ഏറ്റവും മികച്ച, അതായത് ഹൈ ക്വാളിറ്റി എന്നൊക്കെ പറയില്ലേ. മികച്ച നിലവാരം എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ 4 പോയിന്റ്? ഫസ്റ്റ് 4 പോയിന്റ് ഓക്കെ ആണോ? അടുത്ത 3 പോയിന്റ് നോക്കാം കേട്ടോ. Our accreditation status also provides a marketing advantage in competitive healthcare. എന്താണ് പറയുന്നത്? കോമ്പറ്റേറ്റീവ്, മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണത്തില് ഒരു മാർക്കറ്റിംഗ് നേട്ടവും നൽകുന്നു. അതായത് ഒരു മാർക്കറ്റിംഗ് അല്ലെ, പല ഹോസ്പിറ്റലുകളുമായിട്ട് ഒരു മത്സരമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓരോ ഹോസ്പിറ്റലുകാരും അവർക്ക്
അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ഇങ്ങനെ ഓരോരോ ഫെസിലിറ്റികൾ കൊണ്ടുവരുന്നു. അപ്പൊ മറ്റൊരു ഹോസ്പിറ്റല് ആ ഒരു ഹോസ്പിറ്റലിനെ കാലം കൂടുതൽ ബെറ്റർ ഫെസിലിറ്റികളും മറ്റും കൊണ്ടുവരുന്നു. അപ്പൊ അതൊരു എന്താ പറയാ ഒരു മാർക്കറ്റിംഗ്, ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളൊരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് നേട്ടവും കൊണ്ടുവരുന്നു. അടുത്തത് നോക്കാം. The HCO standards having been certified by ISQ provides an international recognition which also helps to encourage medical tourism. നോക്കാം. HCO എന്താ HCO എന്ന് പറയുന്നത്? ഫുൾ ഫോം HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. എഴുതി വെക്കുക. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എഴുതി വെക്കണോട്ട് എല്ലാവരും തന്നെ എഴുതി വെച്ചോളൂ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. Then ISQ എന്താ? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ എഴുതാട്ടോ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. അതായത് ISQ എഴുതിയോ? കംപ്ലീറ്റ് ചെയ്തോ? നിങ്ങളെ ഫുൾ ഫോമുകൾ എഴുതിയോ? HCOന്റെയും ISQ. ഓക്കെ, ISQ കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഓക്കെ, അപ്പോ ഇനി നമ്മുടെ പോയിന്റിലേക്ക് വരാം. The HCO standards have been certified by ISQ provides an international recognition which will also help to encourage medical tourism. അല്ലെ? അതായത് ISQ സാക്ഷ്യപ്പെടുത്തിയ, ISQ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. സോ ഈ ISQ സാക്ഷ്യപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ, അതാണ് HCO എന്ന് പറഞ്ഞാൽ. HCO മാനദണ്ഡങ്ങൾ ഒരു അന്താരാഷ്ട്ര അംഗീകാരമാണെന്നത്. അതായത് ഇന്റർനാഷണൽ ആണ്. ഈ ISQ എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ആയിട്ടുള്ള അംഗീകാരം നൽകുന്നു. ദെൻ അത് എന്ത് ചെയ്യുന്നു? ടൂറിസത്തെ, മെഡിക്കൽ ടൂറിസത്തെയും കൂടി പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ഈ ISQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മള് എന്താ പറയാ ഇന്റർനാഷണൽ ലെവലാണ്. കുറച്ചും കൂടി ഹൈ ക്വാളിറ്റി ലെവലുള്ള ഫെസിലിറ്റികളും മറ്റും പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അത് മെഡിക്കൽ ടൂറിസത്തെയും കൂടി അത് കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്നത്. മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? പുറമേന്നൊക്കെ നമുക്ക് വരാറില്ലേ? അതായത് മീൻസ് ഫോറിനേഴ്സും മറ്റും ഹോസ്പിറ്റലുകളിലൊക്കെ വരാറില്ലേ? അവര് വരുന്നത് സാധാ ഹോസ്പിറ്റലിലേക്കൊക്കെയാണ് വരുന്നത്. കൂടുതലും കുറച്ചും കൂടി ഹൈ മൾട്ടി ലെവൽ എല്ലാ ഫെസിലിറ്റികളും ഉള്ള ഹോസ്പിറ്റലിലേക്കൊക്കെയാണ് അവർ കൂടുതലും വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇന്റർനാഷണൽ എന്താ പറയാ ഇന്റർനാഷണൽ അംഗീകാരമുള്ള മീൻസ് ഇന്റർനാഷണൽ ലെവലിലുള്ള ഫെസിലിറ്റീസുകളും മറ്റും കൊണ്ടുവരിക. ഓക്കെ, ദെൻ ലാസ്റ്റ് അത് രണ്ടും പഠിക്കണം കേട്ടോ. HCOയും ISQയും ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചേക്കൂ, എക്സാമിന് ചോദിക്കും. ഓക്കെ, HCOയും ISQയും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. Then last one നോക്കാം. In the end, accreditation provide an objective system of environment by insurance and other third parties. എന്താണ് പറയുന്നത്? ഇൻഷുറൻസ് കമ്പനികൾ അല്ലെ. അതായത് എന്താ പറയാ ഇൻഷുറൻസിൽ അതായത് ക്ലെയിമുകളൊക്കെ നമുക്ക് ലഭിക്കും അല്ലെ. അതായത് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇപ്പൊ പലതരത്തിലും പല ടൈപ്പ് ഇൻഷുറൻസുകളൊക്കെ ഇല്ലേ ഉണ്ടോ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ചിലവരും ഏതെങ്കിലും ഒരു ഇൻഷുറൻസിൽ അംഗങ്ങളായിരിക്കുമല്ലോ, ആണോ? അതായത് ഹോസ്പിറ്റലിലെ ക്ലെയിമുകൾ എന്നും പറയും നമ്മള് ഇല്ലേ. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആരുമില്ല, ഇൻഷുറൻസ് ഒന്നും ആർക്കില്ല. ESI ഓക്കെ, ESI പറയാം. അതുപോലെ തന്നെ വേറെ മറ്റ് പല ഇതില്ല. ഇപ്പൊ RSBY എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? RSBY അതുപോലെ തന്നെ കാരുണ്യ പ്ലസ് ആണോ? കാരുണ്യ പ്ലസ് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പോ ആരോഗ്യ ഇൻഷുറൻസ് ഓക്കെ, അങ്ങനെ പല വിധത്തിലുള്ള ഇൻഷുറൻസുകൾ ഇപ്പൊ നമുക്ക്
ഓക്കെ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? ഓക്കെ, നെറ്റിന്റെ ചെറിയൊരു ഇഷ്യൂ വന്നിട്ടോ, അതാണ് കുറച്ചു നേരം ഒന്ന് ബ്രേക്ക് ആയി പോയി. ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത് അല്ലെ? നോക്കാം. In the end, accreditation provides an objective system of empowerment by insurance and other third parties. അല്ലെ? അതായത് നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലിൽ നമ്മൾ ഇൻഷുറൻസുകളും ഇതുപോലെ മെഡിക്കൽ ക്ലെയിമുകളൊക്കെ നമ്മൾ എടുക്കാറുണ്ട് അല്ലെ? പക്ഷെ അത് എല്ലാ ഹോസ്പിറ്റലുകളിലും കിട്ടാറുണ്ടോ ഈ മെഡിക്കൽ ക്ലെയിമുകൾ? ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ ക്ലെയിം ഇപ്പൊ നിങ്ങൾ സ്റ്റാർ ഹെൽത്തോ അത് ഒരു നിശ്ചിത ഹോസ്പിറ്റലുകൾ ഉണ്ടാവും, ഒരു ലിസ്റ്റ് ഉണ്ടാവും ആ ഹോസ്പിറ്റലുകളുടെ ഇല്ലേ? ആ ഹോസ്പിറ്റലുകളിൽ മാത്രമായിരിക്കും അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആണോ? അല്ലെങ്കിൽ എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടുമോ? ഇല്ല അല്ലേ? അതിന് പ്രത്യേകമായിട്ടും ഓരോ ഹോസ്പിറ്റലുകൾ ഉണ്ടാകും. അപ്പൊ ആ ഹോസ്പിറ്റലിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ഇൻഷുറൻസ് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം ഇവിടെ പറയുന്നത്, അതായത് ഇപ്പൊ നമ്മൾ ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതായത് ഇതിനുള്ള ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വരികയും അപ്പോൾ ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻഷുറൻസ് കമ്പനികൾ തെരഞ്ഞെടുക്കുവാനായിട്ട് എലിജിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അംഗീകാരം വേണമെന്ന്. അതായത് ഈ മീൻസ് നമ്മുടെ ഇപ്പോ ഇൻഷുറൻസ് കമ്പനിക്കാർ തെരഞ്ഞെടുക്കുമല്ലോ ഇന്ന ഹോസ്പിറ്റലുകൾ നമുക്ക് നമ്മളുടെ കീഴിൽ വരുത്താം എന്നുള്ള രീതിയിൽ. അപ്പോ ഈ ലാബിന്റെ അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റലുകളൊക്കെ ആയിരിക്കും അവര് ആ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് എല്ലാ ഹോസ്പിറ്റലുകളെയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പൊ ക്ലിയർ ആയോ? നമുക്ക് ആദ്യം ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ ഇൻഷുറൻസും ക്ലെയിമും കിട്ടാത്തത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങള് ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ചില ഹോസ്പിറ്റലുകൾ മാത്രമായിരിക്കും അതിൽ പ്രത്യേകം ക്ലെയിമിൽ പറഞ്ഞിട്ടുണ്ടാകും ഇന്ന ഹോസ്പിറ്റലുകൾ അല്ലെ? സോ ഇങ്ങനെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ ഇൻഷുറൻസ് അവർ പ്രൊവൈഡ് ചെയ്ത് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? അതുകൊണ്ടാണ് എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഇങ്ങനെ ഒരു നമ്മൾ ക്ലെയിമും മെഡിക്കൽ ഇൻഷുറൻസും അങ്ങനെ നൽകാത്തത്. ഇങ്ങനെയുള്ള അംഗീകാരം അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇങ്ങനെയുള്ള ക്ലെയിംസും കാര്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻസിൽ പറയുന്നത്. ലാസ്റ്റത്തെ 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം, പെട്ടെന്ന് വായിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബെനിഫിറ്റ് ഫോർ സ്റ്റാഫും കൂടി എടുക്കണം. 5ഉം 6 ആണോ? അതായത് 5ൽ പറയുന്നത് അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് ഓൾസോ പ്രൊവൈഡ് മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജസ് ഇൻ കോമ്പറ്റേറ്റീവ് ഹെൽത്ത് കെയർ. അതായത് ഹെൽത്ത് കെയർ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു മാർക്കറ്റിംഗ് നേട്ടമുണ്ടെന്ന്. ഓരോ ഹോസ്പിറ്റലുകളും മത്സരിക്കണല്ലേ അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഹോസ്പിറ്റല് നല്ല ഫെസിലിറ്റികൾ ചെയ്യുമ്പോൾ വേറൊരു ഹോസ്പിറ്റൽ അതിലും മികച്ച നല്ല ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അങ്ങനെയല്ലേ പൊതുവേ ആണോ? പുതിയ ഡോക്ടേഴ്സിനെ വെക്കും, പുതിയ ട്രീറ്റ്മെന്റ്സ് കൊണ്ടുവരും, ചിലപ്പോൾ സൗജന്യ ക്യാമ്പുകൾ കൊണ്ടുവരും അല്ലെ? ഒരു കോമ്പറ്റേറ്റീവ് ആണെന്ന്, ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെ? ഇപ്പൊ നമ്മുടെ ഒരു ഏരിയയിൽ തന്നെ ഇപ്പൊ ഒരു ടൗണിലൊക്കെ തന്നെ 2 ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവും, മിനിമം ഒരു 2 ഹോസ്പിറ്റൽ ഉണ്ടാവും, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അല്ലെ? അപ്പൊ ഒരു ഹോസ്പിറ്റലിലും നല്ല അടിപൊളി ടോപ്പ് ഫെസിലിറ്റി ആയിരിക്കും അടുത്ത ഹോസ്പിറ്റലിന്. സോ ആളുകൾ നമ്മൾ പോകുന്നത് എങ്ങനെയാണ്? ഫെസിലിറ്റികൾ നോക്കിയിട്ടല്ലേ ആണോ? ഫെസിലിറ്റികൾ ഏറ്റവും നല്ല ഡോക്ടേഴ്സും എല്ലാ സൗകര്യങ്ങളും നോക്കിയിട്ടാണ് പേഷ്യൻസ് പൊതുവെ പോകുന്നത്. സോ ഇതും ഒരു കോമ്പറ്റേറ്റീവ് ആണെന്ന്, ഒരു മത്സരാധിഷ്ഠത്തിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? അതായത് ഫെസിലിറ്റികൾ തുടരെ പുതിയ എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ അവർ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുവരുന്നു. അതിനെയാണ് ആ കോമ്പറ്റേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ 6ാമത്തെയാണോ ചോദിച്ചത്? 6ാമത്തേത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HCO അതുപോലെ തന്നെ ISQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? ഇന്റർനാഷണൽ സൊസൈറ്റി അല്ലെ? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ആണ്. അതായത് ഒരു അന്താരാഷ്ട്ര നിലവാരമാണ് അല്ലെ? ISQ എന്ന് പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര നിലവാരം. ആ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അതിന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള മാനദണ്ഡങ്ങളാണ് HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ പറയുന്നത്. സോ ഒരു അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ഒരു അംഗീകാരമാണ് ലഭിക്കുന്നതെന്ന്. മീൻസ് ഒരു നല്ലൊരു ലെവൽ, ഹൈ ലെവലാണ് ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ. സോ ഇന്റർനാഷണൽ അംഗീകാരം ലഭിക്കുന്നു. അങ്ങനെ തന്നെ വായിക്കാനേ പറ്റുള്ളൂ ആ ഒരു പോയിന്റ്. മീൻസ് ഒരു നല്ലൊരു ലെവൽ കിട്ടുന്നത്. ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഫെസിലിറ്റികളും കാര്യങ്ങളും ലഭിക്കുന്നു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൻഷുറൻസ് കമ്പനികളുടെ കാര്യം.
നെക്സ്റ്റ് നമുക്ക് ബെനിഫിറ്റ് ഫോർ സ്റ്റാഫ് 3 പോയിന്റ് ഉള്ളൂ. അതും കൂടി ഒന്ന് പറയാലോ. കുഴപ്പമില്ലല്ലോ, 3 പോയിന്റ് ആണ്. ബെനിഫിറ്റ് ഫോർ സ്റ്റാഫ് എങ്കിലും നമുക്ക് ആ ഒരു സെക്ഷൻ തീരുള്ളൂ കേട്ടോ. നോക്കാം ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് നോക്കാം. The staff in an accredited hospital is content a laws since it provides for continuous learning, good working environment and leadership. അല്ലെ, അതായത് ഒരു അംഗീകൃത ഹോസ്പിറ്റലിലെ ജീവനക്കാര് എന്താണ് വളരെയധികം ഒരു സാറ്റിസ്ഫൈഡ് ആണെന്നവര്. എന്തുകൊണ്ടാണ് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത്? The staff affiliated hospital content a lost അല്ലെ, കണ്ടന്റ് എന്ന് വെച്ചാൽ അവര് ഒരു സാറ്റിസ്ഫൈഡ് ആണെന്ന്, സംതൃപ്തരാണെന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അംഗീകൃത ആശുപത്രിയിലെ ജീവനക്കാര് സ്റ്റാഫുകള് അവര് സ്വയം സംതൃപ്തരാണ് അല്ലെ. എന്തുകൊണ്ടാണ്? കാരണം തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ലേണിംഗ്, തുടർച്ചയായിട്ടുള്ള പഠനം, ലേണിംഗിലും അതുപോലെ ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്, അവര് നിൽക്കുന്ന അവര് പെരുമാറുന്ന ഒരു എൻവയോൺമെന്റ് അല്ലെ, അവര് പ്രവർത്തിക്കുന്ന അവരുടെ സ്ഥാപനത്തില് ആ ഹോസ്പിറ്റലുകളിൽ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റും പ്രവർത്തന അന്തരീക്ഷവും അല്ലെങ്കിൽ നല്ലൊരു നേതൃത്വവും ഒരു ലീഡർഷിപ്പ്, ഓരോ ജാർജും സൂപ്പർവൈസറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഹോസ്പിറ്റലില്. സോ അവരുടെ ഒരു നല്ലൊരു നേതൃത്വത്തിൽ ആയതുകൊണ്ട് അവരുടെ ആ ഒരു എൻവയോൺമെന്റ് നല്ലൊരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ എൻവയോൺമെന്റ് കൂടി ആയതിനാൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നു. അവർക്ക് സ്റ്റാഫുകൾ അല്ലെ, നല്ല ഫെസിലിറ്റികളാണ്, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. സോ അവര് ഹാപ്പി ആയിരിക്കും, അവരെ സംതൃപ്തി ആയിരിക്കും. രണ്ടാമത്തത് നോക്കാം. Capabilities and skills of staff also get enhanced in accredited hospital. Capabilities and skills എന്താണ് skills എന്ന് വെച്ചാൽ കഴിവുകൾ അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ കഴിവുകളും അവരുടെ ഉള്ളിലുള്ള കഴിവുകളും കേപ്പബിലിറ്റീസ്, അവരുടെ വൈദഗ്ധ്യങ്ങൾ അല്ലെ, ഓരോരുത്തരും ഓരോ കഴിവുകളുണ്ട്. ഇതെല്ലാം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നല്ലൊരു വർക്ക് നമുക്കൊരു നല്ലൊരു, ഇപ്പൊ നിങ്ങൾ ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, ഹോസ്പിറ്റലിലോ മറ്റേതെങ്കിലും കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു വർക്ക് ചെയ്യുന്നവരിടത്ത് ആ ഒരു ഏരിയയിൽ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ, വർക്കിംഗ് എൻവയോൺമെന്റ് ആണെങ്കിൽ ഒരു സ്ട്രെസ്സും സ്ട്രെയിനൊന്നും ഇല്ല, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ആണെങ്കിൽ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ കഴിവിനെ പ്രകടിപ്പിക്കാൻ പറ്റും ഇല്ലേ? ആണോ? ഏത് മേഖലയിലാണെങ്കിലും, അത് ഹോസ്പിറ്റലിലാകണമെന്നില്ല അല്ലെ. പല മേഖലകളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും, ഇപ്പോ എന്താണ് ഓണറിന്റെ അല്ലെങ്കിൽ എംപ്ലോയർ ഭയങ്കര ഏതിനെങ്കിലും നമ്മളെ ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും, ഇപ്പൊ ടാർഗറ്റ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അറിയാം അല്ലെ. അപ്പൊ അങ്ങനെ ടാർഗറ്റിന്റെയും അങ്ങനെയുള്ള ഭയങ്കര പ്രഷർ ആണെങ്കിൽ നമ്മളുടെ ഉള്ള കഴിവ് പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിലും മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു ശരിയല്ല എന്ന് പറയാം അല്ലെ. പക്ഷെ ഇവിടെ പറയുന്നത് സ്റ്റാഫുകൾക്ക് നമ്മൾ പറഞ്ഞു നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ കഴിവുകളെയും അവരുടെ വൈദഗ്ധ്യങ്ങളെയും വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. It enhances comprehensive professional development, knowledge and skill in systematic way with defined ownership and accountability of all the staff that include medical and paramedical staff. എന്താ പാരാമെഡിക്കൽ സ്റ്റാഫ്? മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? നഴ്സസും ഡോക്ടേഴ്സും വരുന്നതൊക്കെ അല്ലെ. പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ. ആരാ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത്? അതായത് ടെക്നീഷ്യന്മാർ വരാം, ഇപ്പോ OT ടെക്നീഷ്യന്മാർ വരാം, ലബോറട്ടറിയിലും മറ്റും ടെക്നീഷ്യന്മാര്, തെറാപ്പിസ്റ്റുകൾ അല്ലെ, അതായത് ഇപ്പൊ എക്സ്റേ ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ടാകാം അല്ലെ, അങ്ങനെയുള്ള തെറാപ്പിസ്റ്റുകള്, ന്യൂട്രീഷൻസ് ഒക്കെ ഉണ്ടാവാം അല്ലെ ഹോസ്പിറ്റലിൽ, ഡയറ്റന്മാരും മറ്റും കാര്യങ്ങളൊക്കെ പറയുന്ന ന്യൂട്രീഷൻസ്മാരുണ്ടാകാം. അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകൾ അല്ലെ, മീൻസ് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നവരും അങ്ങനെയുള്ളവരും, ഇവരെല്ലാമാണ് നമ്മൾ എന്ത് വിളിക്കുക? പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സെന്റൻസ് നോക്കാം. It enhances comprehensive professional development, knowledge and skill in systematic ways with defined ownership and accountability of all the staff that include medical and paramedical staff. മെഡിക്കൽ അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉൾപ്പെടുന്ന എല്ലാ സ്റ്റാഫുകളും നിർവചിക്കപ്പെടുന്ന അവരുടെ ഒരു ഉടമസ്ഥത, ഓണർഷിപ്പ്, ഉടമസ്ഥതയും അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ടബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തം. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം. അറിയില്ലെങ്കിൽ മലയാളത്തിൽ എഴുതി പോകാട്ട് വായിക്കുമ്പോൾ തന്നെ അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം. അപ്പോ അവരുടെ ഉടമസ്ഥതയും അതുപോലെ തന്നെ എന്താണ് അവരുടെ ഉത്തരവാദിത്തം,
അവരുടെ ഉത്തരവാദിത്തവും അതും ഉപയോഗിച്ചുകൊണ്ട് അവർക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള അവരുടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അറിവും അതുപോലെ തന്നെ ഒരു ഡെവലപ്മെന്റ് വർദ്ധിക്കുന്നു. അതായത് മെഡിക്കൽ സ്റ്റാഫുകളുടെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളും എല്ലാവരും ഉൾപ്പെടുന്നതാണല്ലോ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ. സോ അവരുടെ അറിവുകൾ അവർക്ക് കുറച്ച് അത്യാവശ്യം അറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ദെൻ അവരുടെ ഉത്തരവാദിത്തവും ഉടമസ്ഥതയും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഓരോരോ ഡ്യൂട്ടീസ് ഉണ്ട്. അതിനെല്ലാം മുൻനിർത്തിക്കൊണ്ട് അവരുടെ കഴിവുകളെ കുറച്ചും കൂടി വികസിപ്പിക്കാനായിട്ട് കഴിയുന്നു. ഓക്കെ, അവരുടെ ഉള്ള അറിവ് വെച്ചിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ അറിവുകളെ കൂടുതൽ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ് 3 പോയിന്റ് ഉള്ളൂ, ഒന്ന് വായിക്കാം. ഇമ്പോർട്ടന്റ് മീൻസ് നിങ്ങൾ വായിക്കണം, മനസ്സിലാക്കി വായിക്കുക കേട്ടോ. അതിൽ തന്നെ ഇപ്പൊ പോയിന്റുകൾ അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അപ്പൊ അത് മലയാളത്തിൽ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വായിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്? 4 ബെനിഫിറ്റ്സുകൾ ഉണ്ട് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഒന്ന് മലയാളത്തിൽ വായിക്കുക. അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു പോകാനുള്ള ഏരിയകളാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ജസ്റ്റ് അത്രയും വായിച്ചു വിട്ടാൽ മതി. ഞാൻ പ്രത്യേകം പറഞ്ഞു തരാം. ദെൻ ഇമ്പോർട്ടന്റ് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയല്ലേ, അപ്പൊ നമ്മൾ ജസ്റ്റ് അത് നോക്കണം എന്തായാലും. കാരണം അത് സെപ്പറേറ്റ് പേഷ്യൻസിനുള്ളതും ഓർഗനൈസേഷനുള്ളതും സ്റ്റാഫിനുള്ളതും തരംതിരിച്ച് തന്നേക്കാണ്. അപ്പൊ അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കണം നമുക്ക്. ഓക്കെ, പോയിന്റ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. ഇപ്പൊ സ്റ്റാഫുകളുടെ ആണെങ്കിൽ എല്ലാത്തിലും സ്റ്റാഫിന്റെ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? കണ്ടോ, സ്റ്റാഫിങ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം സ്പെസിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലെ? ദെൻ അതുപോലെ പേഷ്യൻസിന്റെ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റൂലേ. നമ്മളത് സ്കിപ്പ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഓപ്ഷൻ കാണുന്നെങ്കിലും ഐഡിയ കിട്ടുമല്ലോ. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ ഇത് ആർക്ക് മീൻസ് ബെനിഫിറ്റ് ആർക്കായിരിക്കും? പേഷ്യൻസിനാണോ? നമ്മുടേതായ രീതിയിൽ അതിനൊന്ന് മലയാളത്തിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബൈഹാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ വായിച്ചു പോവുക കേട്ടോ. പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നതൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, പിന്നെ ഇതിൽ കുറെ ഫുൾ ഫോമുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കുറച്ച് ഫുൾ ഫോമുകൾ വരുന്നുണ്ട്, അതും ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ, എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്ക് ഫുൾ ഫോമുകൾ ഇമ്പോർട്ടന്റ് ആണ്. കംപ്ലീറ്റ് ചെയ്തു 3 പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അക്രഡിറ്റേഷൻ ബോഡീസ് ഏതൊക്കെയാണ്? നമ്മൾ ലാബ് പറഞ്ഞില്ലേ, അതുപോലെ മറ്റു അക്രഡിറ്റേഷൻ ബോഡീസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ നാബ്, നമ്മൾ പഠിച്ചത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നെക്സ്റ്റ് വൺ NABL. NABL എന്താ ഫുൾ ഫോം അറിയാമോ? NABL എഴുതിയെടുത്തോളൂ കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ എഴുതാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് national accreditation
നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് സ്പെല്ലിംഗ് നോക്കാട്ടോ. ബോർഡ് ഫോർ ടെസ്റ്റിംഗ് board for testing and spelling നോക്കിയതിനെ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ കാലിബ്രേഷൻ calibration laboratories കമന്റിൽ നോക്കാട്ടോ. സ്പെല്ലിംഗ് നോക്കാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഫുൾ ഫോം ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. ഫുൾ ഫോമുകൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? എഴുതിയെടുത്തോ? നേബൽ NABL. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ACHSI ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. Next one, JCI, Joint Commission International. Joint Commission International. Okay. Then എന്താണ് JCI എന്ന് അടുത്തത് പറയുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം ഇനി. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിന് ടൈം ആയല്ലോ. ഇത് വളരെ കുറച്ച് സെക്ഷൻ എടുത്തിട്ടുള്ള ടോപ്പ് എടുത്ത് അത്രയും വായിക്കണം നിങ്ങൾ. ഇത് തന്നെ വായിച്ചാൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, ദെൻ വായിക്കുമ്പോൾ അറിയാൻ പാടില്ലാത്തത് മലയാളത്തിൽ എഴുതി വെക്കാൻ പറഞ്ഞു. അപ്പൊ അതും കൂടി നോക്കിയിട്ട് വായിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തത്രയും വായിക്കണം കേട്ടോ. എങ്കിലും നമുക്ക് അടുത്ത കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. ഫുൾ ഫോമുകൾ കൃത്യമായിട്ട് പഠിക്കുക. നോട്ട്ബുക്കില് സെപ്പറേറ്റ് ചെയ്ത് ഫുൾ ഫോമുകൾ മാത്രം നമ്മൾ നേരത്തെ ഓൾറെഡി എഴുതി വെക്കുന്നത് പോലെ എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും അതിൽ വരുന്ന ഫുൾ ഫോമുകൾ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ എക്സാമിന്റെ ആ ഒരു ടൈമിൽ ആ ഒരു ഫുൾ ഫോമുകൾ നോക്കാം കേട്ടോ. തലേ ദിവസമോ എക്സാമിന് കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് ഈ ഫുൾ ഫോമുകളൊക്കെ എടുത്ത് നോക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.